കുഴികൾ എങ്ങനെ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു എന്നറിയണമെങ്കിൽ പട്ടാമ്പിയിലേക്ക് വരണം. ഇവിടെ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്ത് റോഡ് മുഴുവൻ കുഴിയാണ്. ആ ദൂരം കടക്കണമെങ്കിൽ ഏകദേശം അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ചില സമയങ്ങളിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഈ കുഴികൾ മൂലം ഗതാഗതക്കുരുക്കിൽ വലയുകയാണ് പട്ടാമ്പിക്കാർ. മഴക്കാലം ശക്തമായതോടെയാണ് പട്ടാമ്പിയിലെ റോഡുകൾ ഈ സ്ഥിതിയിലായത്. മഴയെത്തുന്നതിന് മുൻപേ കുഴിയടക്കലോ റോഡിന്റെ നവീകരണമോ ഒന്നും നടന്നില്ല. ഇതോടെയാണ് ഈ വഴിയുള്ള യാത്ര നാട്ടുകാർക്ക് ദുരിതയാത്രയായത്. 12 കിലോമീറ്റർ ദൂരാണ് ഈ റോഡുള്ളത്. 88 കോടി രൂപയാണ് ഇതിനുവേണ്ടി പാസ്സായിട്ടുള്ളത്. ഏകദേശം 2 വർഷം കഴിഞ്ഞു ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ റോഡ് ഇങ്ങനെ കുളമാക്കിയെന്നോ അല്ലെങ്കിൽ കടലാക്കിയെന്നോ പറയുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ട്. ഇത് ഇന്നൊന്നിൽ തുടങ്ങിയ സർക്കസ് കളിയല്ല. ഓരോ വർഷവും സർക്കസ് കളിച്ച് കഴിഞ്ഞ സർക്കസിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്തിന് മുമ്പ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് ഇവർക്ക് അധികാരികൾക്ക് അറിയാത്തതൊന്നല്ല. റോഡിലെ കുഴികളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ വാഹനം ഓടിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പൊ രാത്രി പോയി കിടക്കണ്ടറിയില്ല, അപ്പോഴേക്കും ഉറങ്ങിപ്പോകും. കാരണം ഇതുവഴി ഞാൻ ചുരുങ്ങിയത് ഒരു 10-15 പ്രാവശ്യം ഡെയിലി യാത്ര ചെയ്യണം. ഇപ്പോൾ ഇവിടുന്ന് മേലെ പട്ടാമ്പിന്ന് കൽപ്പക കഴിയണമെങ്കിൽ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും, വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണെങ്കിൽ 1 മണിക്കൂറത്തെ ദിവസങ്ങളുണ്ട്. നമ്മൾ ഈ സ്കൂട്ടറിന് ലൈസൻസ് എടുക്കുമ്പോൾ 8 എടുക്കുമല്ലോ. ആ 8 എടുക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ പട്ടാമ്പി റോഡിലൂടെ പോകണം. കാരണം കൃത്യമായി എങ്ങനെയൊക്കെ വളഞ്ഞു പൊളഞ്ഞ് വാഹനം ഓടിക്കണം എന്നുള്ളത് പഠിക്കണമെങ്കിൽ ഈ റോഡാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ 8ന്റെ ആവശ്യം വരുന്നില്ല എന്ന് തന്നെ പറയണം. പഴയ കാലത്തൊക്കെ 8 എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇതിലെ 10 ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും 8 ഇടാൻ വളരെ എളുപ്പമായിരിക്കും പറയാനുള്ളത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതിലൂടെ ദിനവും നടന്നു പോകുന്നത്. അതിനുപോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. പട്ടാമ്പി ടൗണിൽ ബസ് സ്റ്റാൻഡ് മുതൽ മേലെ പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡ് വരെയുള്ള ഭാഗത്താണ് പൂർണ്ണമായും റോഡ് തകർന്നിരിക്കുന്നത്. റോഡ് നവീകരണത്തിന് ഇനി മഴക്കാലം കഴിയാൻ കാത്തിരിക്കേണ്ടി വരും. എല്ലാ രാജ്യത്തിൻ്റെ ഏറെക്കുറെ ലോകത്തുള്ള എല്ലാ രാജ്യത്തിൻ്റെ ഭൂപടവും ഈ പട്ടാമ്പിയിലെ കൽപ്പക തൊട്ട് ബസ് സ്റ്റാൻഡ് വരെ എത്തുന്നതിലേക്കുണ്ട്. ഇനി വേറെ ഏതെങ്കിലും രാജ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അടക്കം ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഈ റോഡിൽ. രാവിലെയും വൈകിട്ടുമാണ് ഏറ്റവും അധികം തിരക്ക്. ജോലിക്കായി പോകുന്നവർക്കുൾപ്പെടെ വലിയ ദുരിതമാണ് ഇതിലൂടെയുള്ള ഇപ്പോഴത്തെ യാത്ര. കുഴികളിൽ നിന്ന് കുളത്തിലേക്കാണ് പട്ടാമ്പിക്കാരുടെ യാത്ര. ഈ ദുരിതം എന്ന് അവസാനിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. പട്ടാമ്പിയിൽ നിന്നും സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.